പൊള്ളാച്ചി വഴി വാൽപ്പാറയിലേക്ക് ഒരു ബൈക്ക് ട്രിപ്പ് പോയാലോ നമുക്ക്. ഇവിടെ നിന്നും വലത്ത് തിരിഞ്ഞു പോകുന്ന റോഡാണ് വാൽപ്പാറയിലേക്ക്. ഇവിടെ നിന്നും ഏകദേശം 70 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് വാൽപ്പാറയിൽ എത്താൻ സാധിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആലിയാർ ഡാമാണ് കാണാൻ കഴിയുന്നത്. ആലിയാർ ഡാമിൽ നിന്നും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ആനമലൈ ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റ് കടന്നുകൊണ്ട് നമുക്ക് 40 ഹെയർ പിൻ വളവുകൾ കയറാൻ തുടങ്ങാം. അവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും പൂത്തു നിൽക്കുന്ന പൂക്കളും ഓരോ വളവിലും നമ്മളെ കാത്തിരിക്കുന്ന ആലിയാർ ഡാമിൻ്റെ സൗരഭ്യവും കണ്ടുകൊണ്ട് നമുക്ക് മുകളിലോട്ട് പോകാം. ഓരോ വളവിലും നമുക്കത് കാണാൻ സാധിക്കും. പോകുന്ന വഴികളിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വന്യമൃഗങ്ങളെയും കാണാം. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറിപ്പോകുന്ന ഓരോ വഴികളും ആലിയാർ ഡാമിൻ്റെ ഭംഗിയും നമുക്ക് അവിടെ നിന്ന് നേരെ ആസ്വദിക്കാൻ കഴിയും. പോകുന്ന വഴികളിൽ ഒരു ഫോട്ടോ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഇറങ്ങിക്കൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു ഉച്ച ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ഒരു ഉച്ചയാണെന്ന് തോന്നില്ല. അത്രയും മനോഹരമായ സ്ഥലങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത്. ഭൂമിയിലെ 7ാം സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന വാൽപ്പാറയുടെ ഭംഗികൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രക്കിൽ നിറയെ ചാക്കുകൾ കൊണ്ട് പോകുന്നുണ്ട്. തേയിലയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കവറക്കൽ വ്യൂ പോയിന്റിലേക്കുള്ള ദൂരമാണ്. അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് ഇവിടുന്ന് പച്ചപ്പ് കൊണ്ടും കോട കൊണ്ടും മൂടിക്കിടക്കുന്നത്. അതിമനോഹരമായ കവറക്കൽ വ്യൂ പോയിന്റ് കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ മലക്കപ്പാറ വഴി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോളയാർ ഡാമിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെറുതായിട്ട് വെള്ളം കുറവുള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു.